ഹായ് മക്കളെ, ഇനി ജനറൽ ടെസ്റ്റ് ഇല്ല, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. CUT എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് 2025 വന്നിട്ടുള്ളത്. 2025 നിങ്ങൾ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സഹായിക്കുന്ന ഒരു പേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന പേപ്പറാണ് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ടെസ്റ്റ് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അവതരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേരിലാണ് ജനറൽ ടെസ്റ്റ് വരുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഗതികൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് ജനറൽ ടെസ്റ്റ് പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾക്ക് ജനറൽ ടെസ്റ്റ് മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ സാധ്യത ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ നിന്നും ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷനിൽ പുതിയ ഡ്രാഫ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഡ്രാഫ്റ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ ചില ലാംഗ്വേജ് പേപ്പറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം റിമൂവ്ഡ് പേപ്പറുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പർ ഏതായിരിക്കും? ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പേപ്പർ എഴുതുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ എന്താണ് ഇതിൽ വരുന്ന ഏരിയകൾ? അതിൽ ജനറൽ നോളജ് വരുന്നുണ്ട്, ഈ ജനറൽ ടെസ്റ്റിൽ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, മെന്റൽ അബിലിറ്റി വരുന്നുണ്ട്. ഈ ഏരിയകൾ അരിതമെറ്റിക് റീസണിങ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ വെച്ചുകൊണ്ടാണ് നിലവിലുള്ള ജനറൽ ടെസ്റ്റ് പോകുന്നതാണ്. ഇനി അതൊരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് കൂടി പരിഗണിക്കുന്ന സ്വഭാവത്തിലുള്ള നിങ്ങളുടെ ഏരിയ ഏതാണെന്നുള്ളത് വളരെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വഭാവത്തിലുള്ള കുറച്ച് ടോപ്പിക്സ് കൂടി വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫൈനൽ ഏരിയ വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും എന്തായാലും നിലനിൽക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതിൽ തന്നെ ഈ പറയുന്ന പോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിലുള്ള ടോപ്പിക്സ് ഒന്നും മാറാനുള്ള വലിയ സാധ്യതകൾ കാണുന്നില്ല, പക്ഷേ പുതിയ ചില ഏരിയകൾ വരാനൊക്കെയുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊരിക്കലും പഠിച്ചാൽ തീരാത്ത ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം. കാരണം നമ്മളത് ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ പിന്നെ താഴെ ലെവലിലുള്ള LSS, USS, NMMS, NTSC പോലുള്ള പരീക്ഷകളോ അതല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഈ പറഞ്ഞ പോലെ SSC, PSC ഒക്കെ പോലുള്ള പരീക്ഷകളോ UPSC ഒക്കെ പോലുള്ള പരീക്ഷകളോ ഏത് പരീക്ഷകളോ റെയിൽവേ ഏത് എക്സാമിനേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഏരിയയാണ് ഈ ജനറൽ ടെസ്റ്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. പല പേരിലായിരിക്കും എന്നുള്ളത്, പക്ഷേ എന്നാലും അത് ജനറലി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയിൽ നിങ്ങൾ തറവയ്ക്കുക. ജനറൽ നോളജ് ഒന്നും എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും തീരാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഡെയിലി ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അപ്പം ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏകദേശം ഒരു മെയ് മാസത്തിൽ എക്സാമിനേഷൻ നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെ ഒരു ക്രോഡീകരിച്ച് ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഒരു ഏരിയ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ പുതിയ ചില മേഖലകൾ, പുതിയ ചില ഏരിയകൾ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉള്ള ഒരു പേപ്പറിൽ തന്നെ പേര് ചേഞ്ച് ചെയ്ത് വരുത്താനൊക്കെ ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയും സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏതായിരുന്നാലും ജനറൽ ടെസ്റ്റ് എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ഒരു പേപ്പർ കൊണ്ടുവരികയും ആ ഒരു പേപ്പർ കൂടുതൽ യൂണിവേഴ്സിറ്റികൾക്ക് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട്, ഇപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഒരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഡൊമൈനിലും വരാത്തതാണ്. അങ്ങനെ പല ഡൊമൈനും മിക്സ് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് ഇല്ല എന്ന് കരുതാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, ആ പേപ്പറിൽ നിങ്ങൾക്ക് ലോ പേപ്പർ ഇല്ല, ഈ പറയുന്ന പോലെ ഒഴിവാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, ടൂറിസം പേപ്പർ ഇല്ലാതെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരം പേപ്പറുകൾക്കൊക്കെ പരിഹാരം, ആ പേപ്പറുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീമിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സാധ്യത വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം എന്താണ് അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്നൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എഴുതി ഷെയർ ചെയ്ത് കൊടുക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.